ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു എക്സാം വൈ ലേണിംഗ്. സോ 8ാം ക്ലാസ്സിലെ കുട്ടികൾ NMS എക്സാമിനേഷനൊക്കെ എഴുതി ഇപ്പോൾ അവരുടെ ഫൈനൽ ആനുവൽ എക്സാമിനേഷൻ്റെ ആ ഒരു ഫേസിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. NMSന്റെ റിസൾട്ട് ഒക്കെ വെയിറ്റിംഗ് ആയിരിക്കും അല്ലേ? അപ്പം നിങ്ങൾക്ക് ഹോപ്പ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എന്തായാലും NMS ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ആണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളിൽ പലരും LSS എഴുതിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ USS എക്സാം എഴുതിയിട്ടുണ്ടാവണം. അതിനുശേഷമായിരിക്കും പലരും NMS എഴുതിയിട്ടുണ്ടാവുക. ഇനി ഇതൊന്നും എഴുതാതെ ഡയറക്ട്ലി NMS എഴുതിയവരൊക്കെ ഉണ്ടാവും. ഓക്കെ, വാട്ട് എവർ. ഇനി നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന്റെ ജേർണി NMSോടെ കംപ്ലീറ്റ് ആയോ, അതൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ NMSന് ശേഷം നിങ്ങൾക്ക് എന്തൊക്കെ മേജർ ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത് എന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ വളരെ കൃത്യമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇവിടെയാണ് നിങ്ങളിപ്പോൾ ഉള്ളത് അല്ലേ? NMSലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ഇനി അങ്ങോട്ടേക്ക് ഈ റോഡ് ഇങ്ങനെ പോവാണ് അല്ലെ? ഒരുപാട് ജേർണി നിങ്ങൾക്ക് മുന്നിലുണ്ട്. നിങ്ങളുടെ മുൻപിലായിട്ട് ഒരുപാട് എക്സാമിനേഷനും ഒരുപാട് പ്രോഗ്രാംസും ഒരുപാട് ഓപ്ഷൻസും ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ മേജറായിട്ട് വരുന്ന കുറച്ചെണ്ണാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് കൊടുത്ത് മീൻസ് ഇത് മാത്രമേ ഉള്ളൂ എന്നല്ല, മേജറായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഇവിടെ ISROന്റെ യുവിക പ്രോഗ്രാം കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ISROയിൽ പോയിട്ട് ഒരു 2 വീക്സ് ഓൾമോസ്റ്റ് 2 വീക്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമ്പാണ് ISRO യുവിക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ NSTSC ഉണ്ട്, ഒളിമ്പ്യാഡ്സ് ഉണ്ട്, CUET എക്സാമിനേഷൻ ഉണ്ട്, JEE ഉണ്ട്, നീറ്റ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഒരേ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാവുന്നതല്ല. നിങ്ങൾ ആ ഒരു ജേർണിയിൽ നിങ്ങളുടെ മുൻപിലേക്കുള്ള ഓരോ എക്സാമിനേഷനും ഓരോ പ്രോഗ്രാംസ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ സ്ക്രീനിൽ കുറച്ച് എക്സാമിനേഷൻസ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് പ്രോഗ്രാംസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ എത്ര എണ്ണം നിങ്ങൾ കേട്ട് പരിചയമുണ്ട് നമുക്കൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. MTSC ഉണ്ട്, NSMC ഉണ്ട്, NTSC ഉണ്ട്, NSTSC ഉണ്ട്, ന്യൂമാത്സ് ഉണ്ട്, SOF, അതുപോലെ തന്നെ NSCJS, NSCP, RMO, INMO, IOQM, PMHOC, അതുപോലെ തന്നെ ISRO യുവിക, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രോഗ്രാംസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐ എം ഷുവർ വളരെ കുറച്ച് പേര് മാത്രമേ ഇതിലൊരു 10 പ്രോഗ്രാമിൽ കൂടുതലെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടാവുള്ളൂ, കേട്ടിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊക്കെ തന്നെ നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാണ്ടിരിക്കുക. അപ്പൊ മേജർ ആയിട്ട് നിങ്ങൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുടെ ലിസ്റ്റ് എന്ത് ചെയ്യാം നമുക്ക് ഇവിടെ, അല്ലെങ്കിൽ അതിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഇന്ന് സംസാരിക്കാം. അതിൽ ഏറ്റവും ഫസ്റ്റ് ആണ് ISRO യുവിക എന്ന് പറയുന്നത്. നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഇൻ കേസ് നിങ്ങൾ ഈ ഒരു ആസ്ട്രോണമിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊക്കെ നിങ്ങൾ അത്യാവശ്യം ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഒരു യങ് സയന്റിസ്റ്റ് പ്രോഗ്രാമാണ് ISRO യുവിക എന്ന് പറയുന്നത്. ISRO കണ്ടക്ട് ചെയ്യുന്നതാണ്. നോക്കാം, കണ്ടക്ടഡ് ബൈ ISRO. അതുപോലെ തന്നെ 9ാം ക്ലാസ്സിലെ സ്റ്റുഡൻസിനാണ് കൃത്യമായിട്ട് ഈ ഒരു പ്രോഗ്രാം വരുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പോൾ 8ാം ക്ലാസ്സിലായിരിക്കും മോസ്റ്റ് പ്രോബ്ലി. സോ അടുത്തൊരു വർഷം നിങ്ങൾ 9ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാം. അപ്പൊ ഇതിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മുടെ എക്സാം വൈയുടെ 9th ക്ലാസ് ചാനലിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ആവും. അതുപോലെ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ 9ൽ എത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ അടുത്ത കൊല്ലത്ത് ISRO യുവിക വിളിക്കുന്ന സമയത്ത് അതിന്റെ അപ്ഡേറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് വളരെ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കും. ഈ ഒരു സമയം ഈ വർഷത്തെ 9ാം ക്ലാസ്സുകാർക്കുള്ള ഒരു ആപ്ലിക്കേഷൻ ടൈം ആണ്. അപ്പൊ അടുത്ത കൊല്ലാവുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് അത് നിങ്ങളെ അറിയിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് ഈ ISRO യുവിക കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഒരു ബെനിഫിറ്റ് എന്താണ്? നിങ്ങൾക്ക് ISROയിൽ പോയിട്ട് ഒരു 2 വീക്ക് റെസിഡൻഷ്യൽ ക്യാമ്പ്, റെസിഡൻഷ്യൽ പ്രോഗ്രാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു 9ാം ക്ലാസ്സുകാരനെ സംബന്ധിച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോഗ്രാം, അതായത് ഒരു സയന്റിസ്റ്റ് ആവാനല്ല എന്നുണ്ടെങ്കിൽ ആസ്ട്രോണമിയിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ളവർക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രോഗ്രാമിനായിരിക്കും ഈ ISRO യുവിക എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഒരു എക്സാമിനേഷനിൽ നമുക്ക് പോവാം. NSTSC ആണ്, അതായത് നാഷണൽ ലെവൽ സയൻസ് ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ എന്നാണ് NSTSCയുടെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. 2ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഈ ഒരു എക്സാമിനേഷനിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. യൂണിഫൈഡ് കൗൺസിലാണ് ഈ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ക്ലാസ്സിലെയും ടോപ്പ് റാങ്കേഴ്സിന് ലാപ്ടോപ്പും ടാബ്ലറ്റും ഒക്കെയാണ് ഇവർ അവാർഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്യാഷ് പ്രൈസസും എന്ത് ചെയ്യാറുണ്ട്, ടോപ്പേഴ്സിന് ഉണ്ടാവാറുണ്ട്. സയൻസും അതുപോലെ തന്നെ മാത്സും ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു എക്സാമിനേഷൻ എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്സാമിനേഷൻ വരുന്നത്. അടുത്തതാണ് ഒളിമ്പ്യാഡ്സ്. ഓക്കെ, അപ്പൊ ഇത് ഗവൺമെന്റ്, നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ്, ഇന്ത്യനല്ല, നമുക്ക് വേണമെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ ഒളിമ്പ്യാഡ്സ് ഉണ്ട്. അപ്പൊ ഗവൺമെന്റ് ഒഫീഷ്യലി കണ്ടക്ട് ചെയ്യുന്ന എക്സാമിനേഷൻ ആണ് ഒളിമ്പ്യാഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ തന്നെ ഡിഫറെന്റ് ഒളിമ്പ്യാഡ്സ് ഉണ്ട്. ഇപ്പൊ സയൻസിനാണെങ്കിൽ JSO അല്ലെങ്കിൽ ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡ് ഉണ്ട്. അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് ഉണ്ട്, ഫിസിക്സ് ഒളിമ്പ്യാഡ്, കെമിസ്ട്രി ഒളിമ്പ്യാഡ്, ബയോളജി ഒളിമ്പ്യാഡ്, അതുപോലെ തന്നെ ആസ്ട്രോണമി ഒളിമ്പ്യാഡ്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സബ്ജക്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ഒളിമ്പ്യാഡ് എക്സാമിനേഷൻസ് വരുന്നത്. ഇനി നമുക്ക് ഡിഫറെന്റ് സയൻസ് ഒളിമ്പ്യാഡ്സ് ഏതൊക്കെയാന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം, അല്ലെങ്കിൽ സയൻസ് ഒളിമ്പ്യാഡിലെ ഡിഫറെന്റ് എക്സാംസ് ഏതൊക്കെയാന്ന് നോക്കാം. അതിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് വരുന്നതാണ് NSCJS, അതായത് നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ ഇൻ ജൂനിയർ സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഫിസിക്സിലാണെങ്കിൽ അതിന് നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ ഇൻ ഫിസിക്സ്, അതായത് NSCP എന്ന് പറയും.
അതുപോലെ തന്നെ കെമിസ്ട്രി ആണെങ്കിൽ അത് NSEC ആണ്, ബയോളജി ആണെങ്കിൽ NSEB ആണ്, അതുപോലെ തന്നെ ആസ്ട്രോണമി ആണെങ്കിൽ NSEA. ഇങ്ങനെയാണ് ഡിഫറെന്റ് ഒളിമ്പ്യാഡ് സയൻസ് ഒളിമ്പ്യാഡ് എക്സാമിനേഷൻസ് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഇനി സയൻസ് ഒളിമ്പ്യാഡിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് ആണ് നമ്മൾ നോക്കുന്നത്. അതായത് ഇന്റർനാഷണൽ സയൻസ് ഒളിമ്പ്യാഡ്സിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ വ്യത്യസ്ത കടമ്പകൾ നിങ്ങൾ കടക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും ഫസ്റ്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ NSC അല്ലെ. ഡിഫറെന്റ് NSCs നമ്മൾ ഓൾറെഡി ഇതിന്റെ മുന്നത്തെ സ്ലൈഡിൽ എന്ത് ചെയ്തു ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അതിന്റെ രണ്ടാം സ്റ്റേജ് ആയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ ഒളിമ്പ്യാഡ് എക്സാമിനേഷനിൽ നിങ്ങൾ എഴുതേണ്ടതുണ്ട് അല്ലെങ്കിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് സ്റ്റേജ് 3 ആയിട്ട് ഓറിയന്റേഷൻ കം സെലക്ഷൻ ക്യാമ്പുകൾ വരുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് പ്രീ ഡിപ്പാർച്ചർ ട്രെയിനിങ് PDT എന്ന് പറയുന്ന പ്രീ ഡിപ്പാർച്ചർ ട്രെയിനിങ് ഉണ്ടായിരിക്കും. അതിനുശേഷമാണ് നിങ്ങൾ ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ്സിലോട്ട് എന്ത് ചെയ്യുക നിങ്ങൾ എത്തിപ്പെടുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തെ NSCJS നല്ല രീതിയിൽ സ്കോർ ചെയ്ത എക്സാൻവൈൻസ് ആണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. നമ്മൾ 9th ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആണ് ഈ 4 പേരും. അപ്പോൾ 9th ഫൗണ്ടേഷൻ ബാച്ചിലെ സ്റ്റുഡൻസ് ആയിരുന്നു ഇവരൊക്കെ തന്നെ. അപ്പൊ സ്റ്റേറ്റിൽ ടോപ്പേഴ്സ് ആയിട്ടുള്ള 15 പേരിൽ 4 പേരും എക്സാൻവൈയിലെ സ്റ്റുഡൻസ് ആയിരുന്നു. ഓക്കെ, ഇനിയാണ് മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ്സിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വരുന്നത്. അതിന്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജ് ആണ് IOQ, അല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയർ ഇൻ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന IOQ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേജിലോട്ട് വരുന്ന സമയത്ത് അത് RMO ആണ്, റീജിയണൽ മാത്തമാറ്റിക്സിൽ ഒളിമ്പ്യാഡ് ആണ്. തേർഡ് സ്റ്റേജിലോട്ട് വരുന്ന സമയത്ത് അത് INMO ആണ്, ഇന്ത്യൻ നാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ്. അതിനുശേഷം INMO സെലക്ഷൻ കിട്ടുന്നവർക്ക് കൃത്യമായിട്ട് IMOന്റെ ഒരു ട്രെയിനിങ് ക്യാമ്പ് ഉണ്ടായിരിക്കും. ആ ട്രെയിനിങ് ക്യാമ്പിന് ശേഷമാണ് അവർക്ക് ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ്, അതായത് IMOയിൽ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്ത് ചെയ്യുക ഉണ്ടായിരിക്കുക. അപ്പൊ ഈ വർഷത്തെ IOQ കടന്ന് RMOയിൽ കേരള റീജിയണിൽ അല്ലെങ്കിൽ കേരള ലക്ഷദ്വീപ് റീജിയണിൽ, അതായത് കാറ്റഗറി Aയിൽ ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ എക്സാൻവൈയുടെ JEE സ്റ്റുഡന്റ് ആയിട്ടുള്ള പൂജ മോഹൻ എന്ന് പറയുന്ന സ്റ്റുഡന്റ് ആണ്. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമിനേഷൻ ആണ് NSMC. ഓക്കെ, അപ്പൊ NSMC നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പ് എന്നാണ് ഇതിന്റെ ഒരു ഫുൾ ഫോം വരുന്നത്. അപ്പോൾ 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് നമ്മൾ NSMC കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൽ ഓരോ ടോപ്പേഴ്സിനെയും എന്തെങ്കിലും കൃത്യമായിട്ട് ക്യാഷ് പ്രൈസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ എക്സാമിന് മുന്നോടിയായിട്ട് കൃത്യമായിട്ട് IITiansന്റെയും ഡോക്ടേഴ്സിന്റെയും അതുപോലെ തന്നെ NITiansന്റെയും ഒക്കെ കൃത്യമായിട്ടുള്ള കോച്ചിങ്ങും നിങ്ങൾക്ക് ഈ എക്സാമിന് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതൊരു സിംഗിൾ സ്റ്റേജ് എക്സാമിനേഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനേഷനുള്ള കോച്ചിങ്ങും അതായത് യൂട്യൂബ് ക്ലാസ്സും മറ്റു കാര്യങ്ങളായിട്ട് കിട്ടും. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഇതിൽ നല്ല സ്കോർ നേടുകയാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ഫൗണ്ടേഷൻ പ്രോഗ്രാമും കാര്യങ്ങളിലേക്കൊക്കെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു ആക്സസിബിലിറ്റി ഈസി ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ഇതൊരു സിംഗിൾ സ്റ്റേജ് എക്സാമിനേഷൻ ആണ്. അതുപോലെ തന്നെ ഇത് കണ്ടക്ട് ചെയ്യുന്നത് മറ്റാരുമല്ല, നമ്മുടെ എക്സാൻവൈ തന്നെയാണ് ഈ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ക്യാഷ് പ്രൈസും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള എക്സാമിനേഷൻ ആണ് NSMC എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇയർ ഒരിക്കലും ഇത് മിസ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇനി കുറച്ച് എക്സാംസ് ഞാൻ വേറെയും കൊടുത്തിട്ടുണ്ട്. പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള എൻട്രൻസസ് ആണ് മേജർലി ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നീറ്റ്, JEE മെയിൻസ്, JEE അഡ്വാൻസ്, കുസാറ്റ്, അതുപോലെ തന്നെ CUET, കീം, ബിറ്റ്സാറ്റ് തുടങ്ങിയ ഒരുപാട് എൻട്രൻസസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ മിക്കതും നിങ്ങൾ ഒരു ഹയർ സെക്കൻഡറി ലെവൽ അല്ലെങ്കിൽ 12th കഴിഞ്ഞ് നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിനേഷൻ ആണ്. ഇപ്പൊ എഞ്ചിനീയറിംഗ് ആവട്ടെ, മെഡിക്കൽ ആവട്ടെ, അങ്ങനെ ഡിഫറെന്റ് രീതിയിലേക്ക് അല്ലെങ്കിൽ ഡിഫറെന്റ് ഏരിയയിലേക്ക് നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിനേഷൻസ് ആണ് മേജർലി. ഇപ്പൊ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ നിങ്ങളുടെ CUET എക്സാമിനേഷൻ ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുക നിങ്ങൾ എഴുതുന്നുണ്ടായിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള എക്സാംസിനൊക്കെ നിങ്ങളെ തയ്യാറാക്കുന്ന, വളരെ ചെറുപ്പത്തിൽ തന്നെ നിങ്ങളെ ഈ ഒരു ട്രാക്കിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോഗ്രാമാണ് തീർച്ചയായിട്ടും എക്സാൻവൈയുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഒരു ഹയർ സെക്കൻഡറി ലെവലിൽ എടുക്കേണ്ട ഒരു അത്രയും എഫേർട്ട് ഒന്ന് കുറച്ച് നിങ്ങൾ ഒരു ബേസ് ലെവലിൽ തന്നെ ആ ഒരു എഫേർട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും കൂടി ഈസി ആവും. ഒരു റിപ്പീറ്റിന് ഒരു വർഷം കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കി കൃത്യമായിട്ടൊരു 12th കഴിയുമ്പോൾ തന്നെ നിങ്ങളൊരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ അച്ചീവ് ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്ത് നല്ലൊരു കരിയർ നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് തന്നെയാണ് നമ്മുടെ എക്സാൻവൈയുടെ ഫൗണ്ടേഷൻ കോഴ്സ് ഉള്ളത്. അപ്പോൾ ഫൗണ്ടേഷൻ കോഴ്സ് 6ാം ക്ലാസ് മുതലുള്ള സ്റ്റുഡൻസിന് ജോയിൻ ചെയ്യാം. 6, 7, 8, 9, 10 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് കൃത്യമായിട്ട് നമ്മുടെ എക്സാൻവൈയുടെ JEE നീറ്റ് ഫൗണ്ടേഷൻ പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ ഒന്ന് കണക്ട് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി. അവർ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ക്ലാസ് 8 റിലേറ്റഡ് അല്ലെങ്കിൽ മറ്റു കോമ്പറ്റേറ്റീവ് എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും മറ്റു കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങളെ വാട്സപ്പിൽ കിട്ടുന്നതിനായിട്ട് ഞാൻ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ ഓൺ ടൈമിന്, നിങ്ങളിപ്പോൾ ഒരു അപ്ഡേറ്റ് മിസ്സാവുക എന്നുള്ളൊരു പ്രശ്നം അവിടെ വരില്ല. കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എന്ത് ചെയ്യും, ഓരോ അപ്ഡേറ്റും മറ്റു കാര്യങ്ങളും അപ്ലൈ ചെയ്യാനുള്ള എക്സാമിനേഷനെ കുറിച്ചും മറ്റൊക്കെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് തന്നെ കിട്ടും. അപ്പൊ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യും, അപ്ഡേറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ ഓൺ ടൈമിന് തന്നെ കിട്ടും. സോ
ദാറ്റ്സ് ഇറ്റ്. അപ്പൊ കൃത്യമായിട്ട് ഓരോ എക്സാമിനേഷൻ നിങ്ങൾ ടാർഗറ്റ് എന്താണ്? ഇപ്പൊ എല്ലാവരും എല്ലാ എക്സാമിനേഷനും എഴുതൂല. ഇപ്പൊ ചിലർക്ക് സയൻസ് ഇൻട്രസ്റ്റ് ഉണ്ടാവും, അപ്പൊ ചിലർക്ക് മാത്ത് ഒളിമ്പ്യാഡ് എഴുതാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അതിൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അവിടെ ചെയ്യാനുള്ളത്. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ എൻഡേവേഴ്സ്. എങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.